റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരന്മാർ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഒരു സദസ്സിലാണ് മഹാനായ അൽ മുസ്തൗരിദുൽ ഖുറശി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ സ്വഹാബിയാൻ അൽ മുസ്തൗരിദ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ തിരുനബി തങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് തഖൂമുസ് സാഅ വർ-റൂമു അക്സറുൻ നാസ് ലോകാവസാനം നടക്കുമ്പോൾ ലോകത്ത് ഇംഗ്ലീഷുകാരായിരിക്കും, യൂറോപ്യരും അമേരിക്കക്കാരുമായിരിക്കും ലോകത്ത് ഉയർന്ന നിലവാരമുള്ള ആളുകൾ കണ്ണെത്തി നോക്കുന്നതും അവരിലേക്കായിരിക്കും. അക്കാലത്താണ് അന്ത്യനാള് സംഭവിക്കുന്നതെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് മഹാനായ അൽ മുസ്തൗരിദുൽ ഖുറശി റളിയല്ലാഹു അൻഹു. ഇത് അത്ഭുതമേറിയ ഒരു ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്. തഖൂമുസ് സാഅ വർ-റൂമു അക്സറുൻ നാസ്. മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ റോമക്കാരായിരിക്കും എന്നല്ല അതിനർത്ഥം. റോം എന്ന വാക്കിന്റെ അർത്ഥം യൂറോപ്പിലും അമേരിക്കയിലും ജീവിക്കുന്ന പടിഞ്ഞാറൻ നാട്ടുകാർ എന്നാണ് അതിന്റെ വിവക്ഷത. ലോകത്തവരായിരിക്കും കൂടുതൽ. ഈ ഹദീസ് വചനത്തെ ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് എണ്ണത്തിൽ അവർ കൂടുതലാകും എന്നല്ല, അത് ചൈനക്കാരാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ ആളുകൾ പറയുന്നത് ഇംഗ്ലീഷുകാരെ കണ്ടോ, അമേരിക്കക്കാരെ കണ്ടില്ലേ, അവര് ചെയ്യുന്നത് കണ്ടോ, ബ്രിട്ടീഷുകാര് ചെയ്യുന്നത് കണ്ടോ, ഇങ്ങനെ ഇംഗ്ലീഷുകാരിലേക്ക് വിരലുകൾ ചൂണ്ടുകയും അവര് ലോകത്ത് പ്രകടമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം അന്നാണ് അന്ത്യനാള് സംഭവിക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് അൽ മുസ്തൗരിദുൽ ഖുറശി റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസ് എന്നവർ പറഞ്ഞു അബ്ശിർ മാ തഖൂൽ. മുസ്തൗരിദേ, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു നിങ്ങൾ മനസ്സിലാക്കണം. അബ്ശിർ മാ തഖൂൽ, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു മനസ്സിലാക്കി പറയണം. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടത് തന്നെയാണോ ഇത്? അഖൂലു മാ സമിഅ്തു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാൻ കേട്ടതു തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടത്. അന്നേരം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ലഇൻ ഖുൽത ദാലിക, ലഇൻ ഖുൽത ദാലിക, അങ്ങനെ ഒരു ഹദീസ് നീ എന്നോട് പറയുന്ന പക്ഷം അതിന്റെ ചില കാരണങ്ങൾ ഞാൻ നിന്നെ ബോധിപ്പിക്കാം. മഹാനായ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ലഇൻ ഖുൽത ദാലിക, നിങ്ങളാ പറയുന്നത് അങ്ങനെ തന്നെയാണെങ്കിൽ ഇന്ന ഫീഹിം ലഖിസാലൻ അർബഅ, 4 വിഷയങ്ങളുണ്ട് യൂറോപ്യരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ. അന്ത്യനാളിനോടടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ലോകത്ത് ഉയർന്നു നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ലോകത്തവർ മുൻപന്തിയിൽ വരാൻ കാരണം? ശരിക്കും കേൾക്കണം, ഡിലേ കൊടുത്തിട്ട്. ലഇൻ ഖുൽത ദാലിക ഇന്ന ഫീഹിം ലഖിസാലൻ അർബഅ, 4 വിഷയങ്ങൾ യൂറോപ്യന്മാരിലുണ്ട്. ഇന്നഹും ലഅഹ്ലമുൻ നാസി ഇൻദ ഫിത്ന, ഒരു പരീക്ഷണം വരുമ്പോൾ, ഒരു ഫിത്നയുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത്, സഹിഷ്ണുത കാണിക്കുന്നത് യൂറോപ്യരായിരിക്കും.
അഹ്ലമുൻ നാസി ഇൻദൽ ഫിത്ന. ഫ്രാൻസിലും UK-യിലും അവിടുത്തെ വിവിധ നഗരങ്ങളിൽ, ന്യൂയോർക്ക് സിറ്റിയിൽ, വിവിധങ്ങളായ ലോക പ്രശസ്തമായ നഗരങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അത് നടത്തുന്നവർ മുസ്ലിമീങ്ങളല്ലെന്നും ഇസ്ലാമുമായവർക്ക് യാതൊരു ബന്ധവുമില്ലെന്നും നമ്മൾ തുറന്ന് മനസ്സിലാക്കിയവരാണ്, തുറന്നു പറയുകയും ചെയ്യുന്നു. നിരപരാധികളെ കൊല്ലുന്നതല്ല ഇസ്ലാം, നിരപരാധികളെ വധിക്കുന്നതല്ല ഇസ്ലാം. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ആ സിറ്റുവേഷൻ അവർ ഡീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നന്നായിട്ട് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന മെട്രോകളിലും അവിടുത്തെ നഗരമധ്യങ്ങളിലും നടക്കുന്ന കഫേകളിൽ, ക്ലബ്ബുകളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ എത്ര കൃത്യതയോടുകൂടെയാണ്, സഹിഷ്ണുതയോടുകൂടെയാണ് അവരത് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചേർത്ത് വായിക്കാൻ കഴിയും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു യൂറോപ്പിനെ സംബന്ധിച്ച് പറയുന്ന 4 സവിശേഷ ഗുണങ്ങൾ 5 എണ്ണമുണ്ട്. 5-മത്തേതും ചില റിവായത്തുകളിലുണ്ട്. അത് പറയാൻ കാരണം അവർക്ക് ലോകത്ത് മേൽക്കോയ്മ കിട്ടാൻ കാരണമാവുന്നത് ഈ സ്വഭാവ ഗുണങ്ങളാണെന്ന് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കാൻ തന്നെ. ഒരു സമുദായത്തെ വിലയിരുത്തുന്ന സമയത്ത് അവരിലെ നന്മകൾ, അവരിലെ ഗുണഗണങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ല. അവരിലെ നന്മകൾ നമുക്ക് മറന്നു പോവാൻ കഴിയില്ല. അവരുടെ ഗുണങ്ങൾ എടുത്തു പറയണം. അതാണ് ഇന്നഹും ലഅഹ്ലമുൻ നാസി ഇൻദ ഫിത്ന. എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ അവർ ഏറ്റവും നല്ല ക്ഷമയുള്ളവരാണ്, സഹിഷ്ണുതയുള്ളവരാണ്. വഅസ്റഉഹും ഇഫാഖതൻ ബഅദ മുസീബ. ഒരു മുസീബത്തിന് ശേഷം, ഒരു പരീക്ഷണം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ എത്രയും പെട്ടെന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവരാണവർ. ഒരു സുനാമിയോ ഒരു കത്രീനയോ ഏതെങ്കിലും കൊടുങ്കാറ്റുകളോ അടിച്ചുവീശി നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അത് റിക്കവർ ചെയ്യുന്നത് യൂറോപ്യന്മാർ ചെയ്യുന്നത് വളരെ പെട്ടെന്നാണ്. അതാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അസ്റഉഹും ഇഫാഖതൻ ബഅദ മുസീബ. ഒരു വിപത്ത് സംഭവിച്ചാൽ ആ വിപത്തിനെ മറികടക്കാനുള്ള സ്ട്രാറ്റജികൾ യൂറോപ്യന്മാരുടെ കയ്യിലുണ്ട്. വഔശകുഹും കറതൻ ബഅദ ഫറ. ഒരു തിരിച്ചടിക്ക് ശേഷം അടുത്ത ഒരു യുദ്ധത്തിന് അവർ ആക്കം കൂട്ടുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ഒരു യുദ്ധം കഴിഞ്ഞാൽ അതിന്റെ ക്ഷീണം അവസാനിക്കുമ്പോഴേക്കും അടുത്ത ഒരു യുദ്ധത്തിന് അവർ കോപ്പുകൂട്ടുകയായി. 1-ാം ലോക മഹായുദ്ധത്തിന്റെ മഹാകെടുതികൾ നമ്മുടെ മക്കൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് വർഷങ്ങൾ എടുത്തില്ല, വളരെ പെട്ടെന്നല്ലയോ 2-ാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. വേൾഡ് വാർ സെക്കൻഡ്സ്. ഒരു യുദ്ധം കഴിഞ്ഞാൽ അടുത്തത്. കുവൈറ്റും ഇറാഖും ഇറാനും തമ്മിലുള്ള യുദ്ധങ്ങൾ യൂറോപ്യന്മാർ ഇടപെട്ട് കഴിഞ്ഞപ്പോഴേക്കും ലിബിയയിൽ, അൾജീരിയയിൽ, ഇറാഖിൽ പിന്നീട് തിരിച്ചു വരുന്നു. അങ്ങനെ രാജ്യങ്ങളിൽ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് വളരെ പെട്ടെന്ന് ശക്തി സംഭരിക്കുന്ന സ്വഭാവം യൂറോപ്യന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ലോകത്ത് ഏറ്റവും പ്രകടമായ സമുദായമായി മാറുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെയാണ് സ്വഹാബിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുന്നത്. തഖൂമുസ് സാഅ വറൂമു അക്സറുൻ നാസ്. ലോകാവസാനം നടക്കുമ്പോൾ യൂറോപ്യരാണ് ലോകത്ത് മനുഷ്യരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ആ അക്സറിന്റെ അർത്ഥം അങ്ങനെയാണ്, അവർ എണ്ണത്തിൽ കൂടുതലാണെന്നല്ല, അവരായിരിക്കും മുൻപന്തിയിൽ. മഹാനായ അംർ ഇബ്നുൽ ആസ് എന്നവർ ഒന്നുകൂടെ പറയുന്നു, വഖൈറുഹും ലിമിസ്കീനിൻ വയതീമിൻ വദഈഫ്. പാവപ്പെട്ടവരോട്, യതീമുകളോട്,
ദഈഫിൻ ദുർബലരായ ആളുകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നതും അവർ തന്നെയാണ്. അവരാണ് സാധു സംരക്ഷണ രംഗത്ത് ഏറ്റവും മുൻപന്തിയിലുള്ളത്. ചാരിറ്റി ചെയ്യുന്നത് അവരാണ്. റെഡ് ക്രോസ് ഉണ്ടായിരുന്നു, റെഡ് ക്രോസ് സൊസൈറ്റി. അതിൽ പിന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ റെഡ് ക്രസന്റ് സൊസൈറ്റികൾ ഉണ്ടാകുന്നത്. ചാരിറ്റി സംഘടനകൾ ലോകമഹായുദ്ധത്തിന് ശേഷം ആരംഭിച്ചത്, അതിന് മുമ്പും ആരംഭിച്ചത് യൂറോപ്യരാണ്. അവരെ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. ഇന്ന് UK-യിൽ ലണ്ടനിൽ താമസിക്കുന്ന മലയാളികൾക്കറിയാം. നമ്മുടെ കാഞ്ഞങ്ങാട് പ്രദേശത്തുള്ള ചെറുപ്പക്കാരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കുക, ജോലിയില്ലാതെ ഒരു മനുഷ്യൻ വിഷമിക്കുകയാണെങ്കിൽ ജോലിയില്ലാത്ത ആളുകൾക്ക് മാസത്തിൽ $3000 മറ്റോ സാമ്പത്തിക സഹായം അവിടുത്തെ ഗവൺമെന്റ് പണിയില്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ട്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നുണ്ട്. ശമ്പളം കൃത്യമായ ഒരു സ്കെയിലിന്റെ മുകളിലെത്തുമ്പോഴാണ് അവർക്ക് ടാക്സ് കൊടുക്കേണ്ടത്. എന്നാൽ പാവപ്പെട്ടവർക്ക് അവിടെ ജീവിക്കാൻ ഒരു പ്രയാസവുമില്ല. ഒരു ഇസ്ലാമിക രാജ്യത്ത് നടപ്പാക്കപ്പെടേണ്ട നന്മകൾ ഇന്ന് യൂറോപ്യൻ നാടുകളിലുണ്ട്. ഒരു രോഗിക്ക് പ്രയാസമില്ല ചികിത്സിക്കാൻ. വീടില്ലാത്ത ഒരാളും റോഡരികിൽ കിടന്നുറങ്ങുന്ന യാചകന്മാരെ പോലെയുള്ള ആളുകളെ നമുക്ക് യൂറോപ്യൻ നാടുകളിൽ കാണുക സാധ്യമല്ല. അതുകൊണ്ടാണ് അംർ ഇബ്നുൽ ആസ് എന്നവർ പറയുന്നത്, വഖൈറുഹും ലിമിസ്കീനിൻ വയതീമിൻ വദഈഫ്. പാവപ്പെട്ടവരോടും മിസ്കീന്മാരോടും യതീമുകളോടും ഏറ്റവും നന്നായി പെരുമാറുന്നത് യൂറോപ്യന്മാരാണ്, പടിഞ്ഞാറുകാരാണ്, അമേരിക്കക്കാരാണ്. ഈ നന്മകൾക്ക് പുറമെ വഖാമിസ ഹസനത്തുൻ ജമീല, അത് ചേഞ്ച് പോലെ വഖാമിസ ഹസനത്തുൻ ജമീല. മറ്റൊന്ന്, അഞ്ചാമത്തെ ഒരു നന്മയുണ്ടവരിൽ, വഅംനഉഹും മിൻ ദുൽമിൽ മുലൂക്, വഅംനഉഹും മിൻ ദുൽമിൽ മുലൂക്. രാജാക്കന്മാരുടെ അക്രമങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളെ തടഞ്ഞു നിർത്തുന്നത്, ഭരണാധികാരികൾക്ക് അക്രമം ചെയ്യാൻ കഴിയാതെ ഭരണാധികാരികളുടെ അക്രമങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതും യൂറോപ്യരും അമേരിക്കക്കാരുമാണ്. റോം എന്ന വാക്കിന് ആ അർത്ഥമാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. നമുക്കിന്നും അറിയാം, സ്വേച്ഛാധിപത്യ ഭരണം അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് കാണുക സാധ്യമല്ല. ഡെമോക്രസികളാണ് അവിടെ, സ്വേച്ഛാധിപതികൾ അവിടെയില്ല. സ്വേച്ഛാധിപത്യ ഭരണത്തെ സഹിക്കാനും അവരെ കൊണ്ട് കഴിയില്ല. എന്നാൽ സ്വേച്ഛാധിപത്യ ഭരണം എത്രയോ മുസ്ലിം നാടുകളിൽ കാലങ്ങളോളം നിലനിന്നിട്ടുണ്ട്. സ്വേച്ഛാധിപതികൾ രാജാക്കന്മാരുടെ ഭരണാധികാരികളുടെ അക്രമങ്ങൾ സഹിച്ചും പൊറുത്തും ജീവിക്കുന്നവരെ. എന്നാൽ യൂറോപ്യരാണെങ്കിലോ വഅംനഉഹും മിൻ ദുൽമിൽ മുലൂക്, രാജാക്കന്മാരുടെ അക്രമങ്ങളിൽ നിന്ന് ഏറ്റവും പ്രതിരോധം തീർക്കുന്നവരാണവർ. ഈ 5 ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ലോകത്ത് ഏറ്റവും മുൻപന്തിയിൽ വരാൻ അവർക്ക് സാധ്യതയുണ്ട്. ഈ ഗുണങ്ങൾ യൂറോപ്യരിൽ ഞാൻ കാണുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഈ സംഭവം സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഇതൊരു വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന ഹദീസാണ്. تقوم الساعة والروم أكثر الناس. ബ്രിട്ടീഷുകാരെ നമ്മൾ തുരത്തിയോടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളിൽ അധികവും യൂറോപ്യരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയവരാണ്. എന്നാൽ യൂറോപ്യന്മാരുടെ കൂടെ ജീവിക്കാനും ആ രാജ്യങ്ങളിൽ ചെന്ന് അധ്വാനിക്കുവാനും ഇന്ന് അവരെ തുരത്തിയോടിച്ച ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കവര് വേണമെന്നും പുരോഗതി അവരുടെ കൈകളിലാണെന്നും പുരോഗതി അവരാണ് നിർണയിക്കുന്നതെന്നും വികസനത്തിന്റെ ഡെഫിനിഷൻ നൽകുന്നത് യൂറോപ്യരാണെന്നും മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. ഇതിനെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് തഖൂമുസ്സാഅ,
വറൂമു അക്സറുന്നാസ്. എല്ലാം തുറക്കണം. തഖൂമുസ്സാഅ വറൂമു അക്സറുന്നാസ്. ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മുമ്പിൽ പ്രകടത കാണിക്കാൻ കഴിയുന്നവരായി, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസനത്തിന്റെ വക്താക്കളായി യൂറോപ്യന്മാർ ലോകത്ത് കടന്നു വരുന്ന കാലമാണ് അന്ത്യനാളിന്റെ അടയാളമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങളെ നാം അനുസ്മരിക്കുകയാണിവിടെ. ചർച്ചകളിലൂടെ നമ്മുടെ വിശ്വാസം കനം തൂങ്ങണം. ഇസ്ലാം മതങ്ങളിൽ കേവലം ഒരു മതമല്ല, ഇതാണ് മനുഷ്യൻ സ്വീകരിക്കേണ്ട മതമെന്ന് മുത്തനബി തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങൾ സത്യമായി പുലരുന്ന കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങളിലൂടെ ചെന്നു നോക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ സംസാരിച്ചത് അള്ളാഹുവിന്റെ വചനങ്ങളായിരുന്നുവെന്നും അള്ളാഹു പറഞ്ഞതല്ലാതെ നബി തങ്ങൾ ഒന്നുമേ സ്വന്തമായി പറഞ്ഞിട്ടില്ലെന്നും നബി തങ്ങളുടെ ഹദീസുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.